നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. സമയവും പ്രവൃത്തിയും തമ്മിൽ ബന്ധമുണ്ട്. ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് അതിൻ്റെതായ സമയമുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. രാത്രിയിലെ ഉറക്കത്തിനും പകൽ ഉണർച്ചയ്ക്കും വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമുക്ക് ശരീരം പോലും ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ കേരളീയ ഹൈന്ദവ ചിട്ടകളിൽ സന്ധ്യ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. ഇന്നത്തെ ഈ ധന്യമായ സായന്തനത്തിൽ അതിനായി നമുക്കും സന്ധ്യാദീപം തെളിയിക്കാം. ദീപം ലക്ഷ്മിയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ദീപത്തെയോ ലക്ഷ്മിയെയോ സ്തുതിക്കണം. തുടർന്ന് നമുക്ക് ഏത് ദേവീദേവന്മാരെയും സ്തുതിക്കാം. ഇനി കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം. തുറന്നഭിഷേകം കഴിഞ്ഞാലടിയന്റെ ഹൃദയമാം ചിരട്ടയിൽ നേദ്യം ഞാൻ കണിവയ്ക്കും ജന്മസമ്പാദ്യം. ചോറ്റാനിക്കരയിലെ ജഗദംബികേ ദുഃഖമാറ്റുന്ന കലിയുഗവരമംഗലേ. കാലങ്ങൾ മാറി മാറി കലിയുഗം നിറയുമ്പോൾ മാതൃവാത്സല്യം നുണയുവാനമ്മേ. കാലങ്ങൾ മാറി മാറി കലിയുഗം നിറയുമ്പോൾ മാതൃവാത്സല്യം നുണയുവാനമ്മേ. നിൻ ചാരത്ത് ഞാനൊരു പൈതലായി മാറുമ്പോൾ അനുഭൂതി എന്നുള്ളിൽ നിർവൃതിയായി. ചാരത്ത് ഞാനൊരു പൈതലായി മാറുമ്പോൾ അനുഭൂതി എന്നുള്ളിൽ നിർവൃതിയായി.
കേരളത്തിലെ അതിപ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. നിരവധി ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും കൊണ്ട് ശ്രദ്ധേയമായ ഈ കാനന ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനമാണിന്ന്. അതിനെക്കുറിച്ച് തന്നെയാകട്ടെ ഇന്നത്തെ കഥയമമയിൽ വിശദമാക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. പാണ്ഡ്യേശ വംശതിലകം കേരളീയ കേളി വിഗ്രഹം എന്ന് തുടങ്ങുന്ന ഭഗവാന്റെ പ്രസിദ്ധമായിട്ടുള്ള ധ്യാനശ്ലോകം സ്വാമി അയ്യപ്പൻ്റെ അല്ലെങ്കിൽ ധർമ്മശാസ്താവിൻ്റെ ആ ധ്യാനശ്ലോകം ചൊല്ലുന്ന സമയത്തൊക്കെ നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന ഭഗവാന്റെ ആ ദിവ്യ രൂപമുണ്ട്. കോടിക്കണക്കിന് ഭക്തർ ദൂരപ്രദേശങ്ങളിൽ നിന്നൊക്കെ സഞ്ചരിച്ച് വ്രതത്തോടുകൂടി ഇരുമുടിയോടുകൂടി വന്ന് തൊഴുന്ന ആ ഭഗവാന്റെ ദിവ്യ സങ്കേതം സാക്ഷാൽ ശബരിമല. അത് സാന്നിധ്യം ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലാണ് എന്നുള്ളത് ആധ്യാത്മികമായിട്ടുള്ളൊരു അഭിമാനം ഓരോ സനാതനധർമ്മ വിശ്വാസിക്കും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ശബരിമല നമ്മളുടെ ഒരു വികാരമാണ്. സ്വാമി സദാസമയവും നമ്മുടെ മനസ്സിലും ചിന്തയിലുള്ളൊരു ചൈതന്യമാണ്. അങ്ങനെ വിശേഷപ്പെട്ട ആ ഭഗവാൻ ശ്രീ ധർമ്മശാസ്താവിൻ്റെ ശബരിമലയിലെ പ്രതിഷ്ഠാദിന വേളയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇടവമാസത്തിലെ അത്തം നക്ഷത്രത്തിലാണ് 1950 ഉണ്ടായ തീപിടുത്തത്തിന് ശേഷം ഭഗവാന്റെ വിഗ്രഹം അക്കാലത്ത് തന്ത്രിയായിരുന്ന താഴ്മൺ മഠത്തിലെ ശങ്കരർ എന്ന് വിളിക്കപ്പെടുന്ന ആചാര്യൻ പ്രാണപ്രതിഷ്ഠ നടത്തിയത് എന്നാണ് ചരിത്രം പറയുന്നത്. ഈ വാർഷിക ആഘോഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സ്വാമിയുടെ ആ ഭാവത്തെ കൂടുതൽ മനസ്സിലാക്കാൻ ഈ അധ്യായത്തിലൂടെ നമുക്ക് ശ്രമിക്കാം. ഭൂതനാഥോപാഖ്യാനം പറയുന്നത് പരശുരാമസ്വാമിയാണ് ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തിയത് എന്നാണ്. ശബരിമലയിൽ ആത്യന്തികമായിട്ട് ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രമാണ്. പന്തളത്ത് ജനിക്കുന്ന മണികണ്ഠകുമാരൻ അയ്യപ്പൻ ആ ശാസ്താവിൽ വിലയം പ്രാപിച്ചതുകൊണ്ട് ശബരിമല അയ്യപ്പൻ എന്നും അദ്ദേഹത്തെ നമ്മൾ വിളിക്കാറുണ്ട്. ആ ഭഗവാന്റെ വിഗ്രഹം വളരെയധികം വിശേഷപ്പെട്ടതാണ്. ഇന്ന് അയ്യപ്പൻ എന്ന് വിളിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഉള്ളിലേക്ക് തെളിഞ്ഞു വരുന്ന ആ രൂപം ഭഗവാന്റെ യോഗപട്ടം ധരിച്ചുകൊണ്ടുള്ള ചിന്മുദ്ര കയ്യിൽ ധരിച്ചുകൊണ്ടുള്ള ആ പ്രസന്നമായിട്ടുള്ള ഭാവമാണ്. കിഴക്കോട്ട് ദർശനമായിട്ട് 18 പടികളുടെ മുകളിൽ തത്വമസി എന്ന ഉപനിഷത് വാക്യം വേദവാക്യമാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ജനകോടികളെ അനുഗ്രഹിച്ചുകൊണ്ട് ശ്രീ ധർമ്മശാസ്താവ് ശബരിമലയിൽ സാന്നിധ്യം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠ നടത്തിയ പരശുരാമസ്വാമി പന്തളം രാജാവിൻ്റെ ആവശ്യപ്രകാരം വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത് ഇന്ന് കാണുന്ന തരത്തിൽ ഭഗവാന്റെ ക്ഷേത്രത്തെ നിർമ്മിച്ചു എന്നുമാണ് സങ്കല്പം. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ സ്വാമി അയ്യപ്പൻ്റെ മണികണ്ഠൻ്റെ അവതാരത്തിന് മുമ്പും ശബരിമല ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാന്റെ അവതാര ഉദ്ദേശമായിട്ട് പോലും അക്കാലത്ത് കൊടിയ തരത്തിൽ ക്രൂരതകൾ ചെയ്തിരുന്ന കൊള്ളയും കൊള്ളിവെപ്പും ചെയ്തിരുന്ന ഉദയനൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കാട്ടുകൊള്ളക്കാരൻ്റെ ആക്രമണത്തിൽ തകർന്ന ശബരിമലയെ പുനരുദ്ധരീകരിക്കാനാണ് മണികണ്ഠൻ്റെ അവതാരം ഉണ്ടായത് എന്നുള്ള ഒരു വ്യാഖ്യാനവും നമുക്ക് കാണാൻ സാധിക്കും. എന്തുതന്നെ ആയാലും ശ്രീധർമ്മശാസ്താവിൻ്റെ സാന്നിധ്യം വളരെ പുരാതന കാലം മുതൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശബരിമലയിലെ പ്രതിഷ്ഠാദിന വേളയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യം, ശബരിമലയിലെ പൂജാവിധാനങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ആരാധന എങ്ങനെ ആവണം എന്ന് നിശ്ചയിച്ചത് ഭഗവാൻ തന്നെയാണ് സ്വയം. എന്നെ കാണാൻ വരുന്ന ഭക്തർ എങ്ങനെ വരണം, എന്തൊക്കെ രീതികൾ അവർ അനുഷ്ഠിക്കണം, വ്രതത്തിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണ്, ക്ഷേത്രം ഏത് തരത്തിലായിരിക്കണം എന്നുള്ളതൊക്കെ രൂപകൽപ്പന ചെയ്തത് ആത്യന്തികമായിട്ട് സ്വാമി തന്നെയാണ്, അയ്യപ്പൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ യോഗസമാധി ഭാവത്തിലുള്ള വിഗ്രഹത്തെയാണ് പരശുരാമസ്വാമി അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ കാണുന്ന വിഗ്രഹം പഞ്ചലോഹ വിഗ്രഹമാണ്. ആദ്യകാലത്ത് ഭഗവാന്റെ വിഗ്രഹം ഏത് തരത്തിലായിരുന്നു എന്ന് നമുക്കറിയില്ല. പക്ഷെ ഭൂതനാഥോപാഖ്യാനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇന്ന് നമ്മൾ കാണുന്ന തരത്തിൽ യോഗപട്ടം ധരിച്ച് ചിന്മുദ്ര ധരിച്ചിട്ടുള്ള വിഗ്രഹം തന്നെയായിരുന്നു അന്നും ഉണ്ടായിരുന്നത്. പക്ഷെ അതിനുപയോഗിച്ചിരുന്ന വസ്തു ഏതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കങ്ങളുണ്ട്. പണ്ഡിതന്മാരുടെയും ആചാര്യശ്രേഷ്ഠന്മാരുടെയും ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന വിലയിരുത്തൽ ആദ്യകാലത്ത് ശബരിമലയുടെ ഏറ്റവും പുരാതനമായിട്ടുള്ള കാലത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട ഭഗവാന്റെ വിഗ്രഹം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പഴനിയിലൊക്കെ കാണുന്ന നവപാഷാണങ്ങൾ കൊണ്ടുള്ള വിഗ്രഹമാണെന്നാണ് പറയുക. അതുകൊണ്ട് അത് ഔഷധമൂല്യമുള്ളതായതുകൊണ്ട് തന്നെ ആ ഔഷധം സാധാരണക്കാരായിട്ടുള്ള ഭക്തരിലേക്ക് എത്താൻ വേണ്ടി എങ്ങനെയാണോ പഴനിയിൽ പഞ്ചാമൃതം ഉപയോഗിക്കുന്നത്
അതുപോലെ നമ്മുടെ ആചാര്യന്മാർ ഉപയോഗിച്ച വസ്തുവായിരുന്നു നെയ്യ് എന്ന് പറയുന്ന പവിത്രമായിട്ടുള്ള വസ്തു. ആ നെയ്യഭിഷേകം ആ വിഗ്രഹത്തിലൂടെ നടക്കുന്ന സമയത്ത് ആ വിഗ്രഹത്തിൻ്റെ ഔഷധ മൂല്യത്തെ കൂടി സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. ഇന്ന് കാണുന്ന വിഗ്രഹം പഞ്ചലോഹ വിഗ്രഹമാണ്. അത് 1950 ശേഷം പ്രതിഷ്ഠിക്കപ്പെട്ടുള്ള വിഗ്രഹമാണ്. സ്വർണത്തിൻ്റെ അളവ് കൂട്ടിയിട്ടാണ് ആ വിഗ്രഹം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചാണ് ആ വിഗ്രഹത്തിൻ്റെ ഭൂരിഭാഗം പണികളും പൂർത്തിയാക്കിയതെന്ന് ചരിത്രം പറയുന്നു. ഇങ്ങനെ നിരവധിയായിട്ടുള്ള കഥകൾ ആ വിഗ്രഹത്തിന് പുറകിലുണ്ട്. എന്തു തന്നെയായാലും ഭഗവാന്റെ ഈ പ്രതിഷ്ഠാദിന വേളയിൽ നടക്കുന്ന കലശാഭിഷേകങ്ങൾക്ക്, പൂജകൾക്കൊക്കെ തന്നെ സന്നിധാനത്ത് എത്താൻ സാധിക്കുക എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ്. ഇനി പല ആളുകൾക്കും പല നിയന്ത്രണങ്ങളുള്ള ആളുകൾക്കും അവർക്ക് ഇന്നേ ദിവസം അവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ആത്യന്തികമായിട്ട് ഭഗവാൻ ഇരിക്കുന്നത് നമ്മളിൽ തന്നെയാണ് എന്നുള്ള ബോധ്യം ഈ ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. സ്വാമി നിൻ്റെ അകത്ത്, അയ്യപ്പൻ എൻ്റെ അകത്ത് എന്ന് പേട്ടയിൽ നമ്മൾ പറയുന്നോ ആ സമയത്ത് നമുക്കുണ്ടാവണ ആ അദ്വൈത ഭാവം, ഈ തത്വമസി എന്ന് വിളിക്കപ്പെടുന്ന ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട ആ വേദവാക്യം, അതുതന്നെയാണ് ഭഗവാന്റെ ഈ പ്രതിഷ്ഠാദിന വേളയിൽ കൂടുതൽ കൂടുതൽ ഉറക്കെ നമ്മൾ സംസാരിക്കേണ്ടത്. അങ്ങനെയുള്ള ശ്രീധർമ്മശാസ്താവിൻ്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഭഗവാന്റെ ഈ പ്രതിഷ്ഠാദിന വേളയിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും എപ്പോഴും നമുക്കുണ്ടാവട്ടെ എന്നൊരിക്കൽ കൂടി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ഭാരതത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് പുരി ജഗന്നാഥ ക്ഷേത്രം. പഴയകാല ഗോത്രാരാധന സമ്പ്രദായങ്ങളുടെ പിന്തുടർച്ചയായ പല ആചാരങ്ങളും ഇവിടെ നിലനിൽക്കുന്നു. ശ്രീകൃഷ്ണന്റെ ഹൃദയം ഇവിടുത്തെ പ്രധാന വിഗ്രഹത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു എന്നൊരു വിശ്വാസം നിലവിലുണ്ട്. 12-19 വർഷങ്ങൾ കൂടുമ്പോൾ തടി കൊണ്ട് നിർമ്മിച്ച പ്രധാന വിഗ്രഹം മാറ്റി സ്ഥാപിക്കാറുണ്ട്. അപ്പോൾ പഴയ വിഗ്രഹത്തിൽ നിന്നും ഹൃദയം പുതുവിഗ്രഹത്തിലേക്ക് മാറ്റി സ്ഥാപിക്കുമെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. നിരവധി അനുഷ്ഠാനങ്ങൾ ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നു. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. അരുവിക്കര ദേവീക്ഷേത്രം. അതിമനോഹരമായ പ്രകൃതി, വിസ്തൃതമായ ശിലാതലങ്ങൾ, നൂറ്റാണ്ടുകളായി ജലപ്രവാഹത്തിന്റെ തലോടലേറ്റ് മിനുസമുള്ള വഴുക്കൻ പാറകളിൽ സൂര്യകിരണങ്ങൾ ഏൽക്കുമ്പോഴുള്ള ഇന്ദ്രനീല തിളക്കം. മഞ്ജുളവാഗ്മയ നിർജിത കീരകലേ ചലരാജ സുകന്യകേ ആലയ ഹേ ലളിതാ പരമേശ്വരി മാമപരാധിനമംബികേ. പാറക്കെട്ടുകൾ പരവതാനി വിരിച്ച വഴികളിലൂടെ മഴക്കാലത്ത് ധൃതിയോടെയും വേനൽക്കാലത്ത് മന്ദമായും പദം വച്ചൊഴുകുന്ന കാട്ടരുവി, അരുവിയെ നിയന്ത്രിക്കാൻ ഒരുക്കിയിരിക്കുന്ന അണക്കെട്ട്. ഈ വന്യമായ സൗന്ദര്യപ്രവാഹത്തിന്റെ കരയിൽ ഭക്തജനങ്ങളെ ധന്യരാക്കി കുടികൊള്ളുന്ന പ്രപഞ്ചശക്തിയായ മഹാമായ. ഇത് അരുവിക്കര ദേവീക്ഷേത്രം. തിരുവനന്തപുരം നഗരപരിധിക്കും നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ പരിധിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് അരുവിക്കര. ഈ നദി ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രസക്തമായതുകൊണ്ടാണ് തലപ്പേര് പോലും അരുവിക്കരയായി മാറിയത്. ആറ്റിലേക്ക് അല്പം ഇറങ്ങി ആറ്റിലെ പ്രവാഹത്തെ അല്പം ചെറുത്തുകൊണ്ട് ഉയർന്നു പരന്നു കിടക്കുന്ന പാറ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ക്ഷേത്രത്തിന്റെ നിർമ്മിതി. കിഴക്കോട്ട് ദർശനമായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ 3 വാതിൽ നടകളുണ്ട്. അരുവിക്കര അമ്മ എന്നാണ് സാധാരണ വിശേഷിപ്പിക്കാറുള്ളതെങ്കിലും സപ്തമാതാക്കളുടെ പ്രതിഷ്ഠയാണ് ശ്രീകോവിലിനുള്ളിൽ. ഒറ്റ പീഠത്തിലാണ് ദേവിമാർ കുടികൊള്ളുന്നത്. നടുക്ക് വൈഷ്ണവിയാണ്. ഇടതുഭാഗത്ത് വാരാഹി, ഇന്ദ്രാണി, ചാമുണ്ഡി എന്നിവരാണ്. വലതുവശത്ത് കൗമാരി, ബ്രാഹ്മി, മഹേശ്വരി എന്നീ ക്രമത്തിലാണ് ദേവതമാർ കുടിയിരിക്കുന്നത്. അഭിമുഖമായി വീരഭദ്രന്റെയും ഗണപതിയുടെയും പ്രതിഷ്ഠകളുമുണ്ട്. കൂടാതെ നാഗരാജാവ്, നാഗയക്ഷി, ശാസ്താവ് എന്നീ ഉപദേവന്മാരുടെ
ആരാധനാലയങ്ങളും ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിന് മുന്നിൽ കൽമണ്ഡപം കാണാം. അവിടെ നിന്നും കിഴക്കോട്ടുള്ള വഴി ആറ്റുകടവിലേക്ക് നീളുന്നു. വ്യാസനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട അമ്പലമാണിത് എന്നും ആദ്യം ചെങ്ങന്നൂർ ആലപ്പുറത്ത് മഠക്കാരുടെ വകയായിരുന്നു ഇതെന്നും പിന്നീട് തിരുവിതാംകൂറിലെ അമ്മ മഹാറാണി ഏറ്റെടുത്തു എന്നും വിശ്വസിക്കപ്പെടുന്ന ഈ അമ്പലം ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വകയാണ്. താഴമൺ മഠത്തിന്റെ താന്ത്രിക ചിട്ടകൾക്കനുസരിച്ചാണ് ഇവിടത്തെ ചടങ്ങുകൾ. ആറ്റുകടവിലെ പാറമേൽ കാൽപ്പാടുകൾ പതിഞ്ഞതുപോലെ കാണപ്പെടുന്ന അടയാളങ്ങളുണ്ട്. ഇതിന് തൃക്കാൽവട്ടം എന്നാണ് പറയാറ്. ഈ അടയാളത്തെ സംബന്ധിച്ചും ചില ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. ദൂരദേശത്തു നിന്നും കാൽനടയായി യാത്ര തിരിച്ച ദേവി ക്ഷേത്രത്തിന് അക്കരെയായി കാണുന്ന കുന്നിൻ മുകളിലെത്തി. മുന്നിൽ കുത്തിയൊഴുകുന്ന ആറൊഴുക്കിന്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗം നോക്കി ദേവി ആറ് ചാടിക്കടന്നു. ഇക്കരെ പാറയിലെത്തിയ ദേവി തനിക്ക് കുടിയിരിക്കാൻ പറ്റിയ സ്ഥലം തിരഞ്ഞെടുത്തു. അങ്ങനെ പാറയിൽ ദേവിയുടെ കാൽ പതിച്ച ഭാഗത്ത് ഇന്ന് കാണുന്ന അടയാളം രൂപപ്പെട്ടു എന്നാണ് ഐതിഹ്യം. ആറ്റിൽ ക്ഷേത്രത്തിന് സമീപം കൂട്ടമായി വസിക്കുന്ന മത്സ്യങ്ങളെ നമുക്ക് കാണാം. മനുഷ്യരെ കണ്ടാൽ ഇവ പൊന്തി വരും. മത്സ്യങ്ങളെ ഊട്ടുക എന്നൊരു ചടങ്ങുണ്ട് ഇവിടെ. പാലുണ്ണി, അരിമ്പാറ മുതലായവ മാറിക്കിട്ടാനാണ് ഈ വഴിപാട്. അരിയും തേങ്ങയും പൂജിച്ച് മത്സ്യങ്ങൾക്ക് ഇട്ടുകൊടുക്കുക എന്നതാണ് ഇതിലെ ചടങ്ങ്. മുൻകാലങ്ങളിൽ ധാരാളം ആൾക്കാർ ഇതിനായി എത്തിച്ചേരുമായിരുന്നു. ഈ ക്ഷേത്രത്തിലെ ഉപദേവനായ ശാസ്താവിൻ്റെതായിരുന്നു ഈ മത്സ്യങ്ങൾ എന്നാണ് വിശ്വാസം. പണ്ട് കോതമ്പി മലയിലായിരുന്നു ശാസ്താക്ഷേത്രം. 6 കടന്നു വേണം അവിടെ എത്തിച്ചേരാൻ. ശാസ്താക്ഷേത്രത്തിന് മുന്നിലുള്ള ആറ്റുനീരിലായിരുന്നു ഈ മത്സ്യങ്ങളുടെ വാസം. പിന്നീട് ശാസ്താവിനെ അവിടെ നിന്നും കൊണ്ടുവന്ന് സപ്തമാതാക്കളുടെ തിരുസന്നിധിയിൽ പ്രതിഷ്ഠിച്ചു. ശാസ്താവിന് പിന്നാലെ എത്തിയ മത്സ്യങ്ങൾ അന്നു മുതൽ ഈ ക്ഷേത്രത്തിന് സമീപം വസിക്കാൻ തുടങ്ങി എന്നാണ് ഐതിഹ്യം. മത്സ്യത്തിന് അരിയും പൂവും ഇടുന്ന പ്രധാന വഴിപാടാണ്. ദൂരദേശങ്ങളിൽ നിന്ന് പോലും വളരെയധികം ആൾക്കാർ ഇവിടെ വന്ന് മത്സ്യത്തിന് അരിയും പൂവും ഇടാറുണ്ട്. പിന്നെ വൃശ്ചിക മാസത്തിലെ ചിറപ്പ് മഹോത്സവം വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. മുഴുക്കാപ്പ്, ചിറപ്പ്, മറ്റുള്ള വഴിപാടുകൾ നടത്തി പ്രസാദം വാങ്ങുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. മാതൃക്കളിൽ മധ്യസ്ഥയായി കുടിയിരിക്കുന്ന വൈഷ്ണവിയെ സങ്കല്പിച്ചുകൊണ്ടാണ് അരുവിക്കര അമ്മ എന്ന പ്രയോഗം പ്രചരിക്കുന്നത്. ദേവീ പ്രതിഷ്ഠകളുള്ള സ്ഥലങ്ങളിലെല്ലാം അമ്മ എന്ന വിശേഷണം ഉപയോഗിക്കാറുണ്ടെങ്കിലും ഇവിടെ ആ വിളിപ്പേര് വന്നതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് 2 വഴിയാത്രക്കാർ ഈ വഴി വരികയായിരുന്നു. നേരം ഇരുട്ടിയതോടെ വിജനമായ ആ സ്ഥലത്ത് വെളിച്ചമില്ലാതെ സഞ്ചരിക്കുക ബുദ്ധിമുട്ടായി മാറി. ആദ്യം കണ്ട വീട്ടിൽ തങ്ങൾക്ക് ഇടം തേടിയെങ്കിലും നടന്നില്ല. അല്പം മുന്നോട്ട് നടന്ന് അരുവി അമ്മേ എന്ന് വിളിച്ചാൽ മതിയെന്നും അപ്പോൾ താമസിക്കാൻ ഇടം കിട്ടുമെന്നും പറഞ്ഞ് വീട്ടുകാർ അവരെ ഒഴിവാക്കി. മുന്നോട്ട് നടന്ന യാത്രക്കാർ വഴിവക്കിൽ ഒരു വെളിച്ചമുള്ള വീട് കണ്ടു. അവിടെ നിന്നുകൊണ്ട് അവർ അരുവിയമ്മയെ വിളിച്ചു. പെട്ടെന്ന് വീട്ടിൽ നിന്നൊരു അമ്മ പുറത്തു വരികയും അവരെ സ്വീകരിച്ച് രാത്രി തങ്ങാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. സന്തുഷ്ടരായ യാത്രക്കാർ അവിടെ കിടന്നുറങ്ങി. പുലർച്ചെ അവരുണർന്നപ്പോൾ കണ്ടത് തങ്ങൾ ക്ഷേത്രമണ്ഡപത്തിൽ കിടക്കുന്നതാണ്. രാത്രിയിൽ തങ്ങൾക്ക് വേണ്ട സൗകര്യമൊരുക്കിത്തന്ന അമ്മ ക്ഷേത്രത്തിലെ ദേവി തന്നെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇതോടെയാണ് അരുവിക്കരയിലെ ദേവി എല്ലാവർക്കും അമ്മയായി മാറിയത്. ഭക്തർ ഒന്ന് വിളിച്ചാൽ അമ്മ തുണയ്ക്കെത്തുമെന്ന വിശ്വാസവും അങ്ങനെ ദൃഢപ്പെട്ടു. തൃക്കാർത്തിക ദിവസമാണ് പ്രധാന ഉത്സവമായി കൊണ്ടാടുന്നത്. മകനക്ഷത്രത്തിൽ പ്രതിഷ്ഠാവാർഷിക ദിനവും ആചരിക്കുന്നു. ബലിതർപ്പണത്തിന് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. വളരെയധികം ഭക്തജനങ്ങൾ കർക്കിടക ഇവിടെ വന്ന് ബലിതർപ്പണം നടത്തി സായുജ്യം അടഞ്ഞു പോകുന്നു. രാപ്പകൽ ഭേദമില്ലാതെ ആറ്റുനീർ ജപിക്കുന്ന ഓംകാര മന്ത്രങ്ങളും കേട്ടുകൊണ്ട് ആദ്യന്തരഹിതയും പ്രകൃതി പ്രതീകവും ഭക്തരക്ഷകയുമായ അരുവിക്കര അമ്മയും മറ്റു മാതാക്കളും ഇവിടെ കുടികൊള്ളുന്നു. ശ്രീപദലാഞ്ചിത മന്ത്രപയോനിധി വന്ദന ജാത പരാ
നമ്മുടെ ഉയർച്ച താഴ്ചയ്ക്ക് മാതാപിതാക്കളോ മറ്റുള്ളവരോ ഉത്തരവാദികളല്ല. ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്ന് സഹായങ്ങളോ തടസ്സങ്ങളോ ഉണ്ടാകും. അതിനിടയിലൂടെ വിജയിച്ചു കയറുന്നതാണ് നമ്മുടെ കർമ്മം. പ്രകൃതിയിലെ എല്ലാ ജീവികളും നിലനിൽക്കുന്നത് ഇങ്ങനെയാണ്. അതിനാൽ സ്വന്തം ദുരിതങ്ങൾക്ക് മറ്റുള്ളവരെ പഴിചാരാതിരിക്കുക, സ്വയം പ്രവർത്തിക്കുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.